ഹലോ, ഇത് ഞങ്ങളൊരു സൺഡേ വ്ളോഗാണ്. വെറും സൺഡേ അല്ല, ഒരു തിരക്ക് പിടിച്ച സൺഡേ. ഇന്ന് ഞങ്ങൾക്ക് 2 ഫംഗ്ഷൻ ഉള്ളത് 2 സ്ഥലത്താണ്. നല്ല ദൂരമുണ്ട്. ആദ്യത്തെ ഫംഗ്ഷൻ കുറച്ചടുത്താണ്, നടക്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഒരു ഓഡിറ്റോറിയത്തിൽ നിന്നാണ്. സെക്കൻഡ് ഫംഗ്ഷൻ വരുന്നത് അഴിമുഖം എന്ന് പറഞ്ഞിട്ട് തിരൂരാണ് സെക്കൻഡ് ഫംഗ്ഷൻ വരുന്നത്. കല്യാണം കഴിച്ചതിന് ശേഷം എപ്പോൾ സാരി എടുത്താലും ഇത് ഇവിടുത്തെ പതിവ് കഴിച്ചാണ്. അപ്പോൾ എനിക്ക് പ്ലീറ്റ്സൊക്കെ കറക്റ്റായിട്ട് പിടിച്ചിട്ട് രാവിലെ എണ്ണാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അപ്പോഴേക്കും എല്ലാവരും റെഡിയായി. അങ്ങനെ ഞങ്ങൾ റെഡിയായിട്ട് പോകാൻ നോക്കുകയാണ്. ഒരു രാജമല്ലി വിടരുന്ന പോലെ ഇതളെഴുതി മുന്നിലൊരു മുഖം, ഒരു ദേവഗാനം ഉടലാർന്ന പോലെ വരമരുളി എന്നിലൊരു സുഖം. അങ്ങനെ അനിയത്തിപ്രാവും റൊമാൻസൊക്കെ കഴിഞ്ഞൊരു കരിമ്പ് ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ അടുത്ത ഫംഗ്ഷന് വേണ്ടിയിട്ട് പോവുകയാണ്. തിരൂരാണ് നമുക്ക് അടുത്ത ഫംഗ്ഷൻ വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഒരു 2-2.5 ഹവേഴ്സൊക്കെ നമുക്ക് ട്രാവൽ ചെയ്യാനുണ്ട്. നമ്മളിപ്പോൾ നേരെ പോകുന്നത് അഴിമുഖം ബീച്ചിലേക്കാണ്. അഴിമുഖം ബീച്ചിൽ നിന്ന് നമ്മളൊരു റിസോർട്ടിൽ വെച്ചിട്ടാണ് നമുക്ക് ഫംഗ്ഷൻ ഉള്ളത്. ഒരു ഫസ്റ്റ് ബർത്ത്ഡേ സെലിബ്രേഷനാണ് നമുക്കുള്ളത്. അപ്പോൾ നമ്മൾ നേരെ ഇപ്പോൾ അഴിമുഖം ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാ സ്ട്രെക്സ് എല്ലാം വെച്ചിന്? സത്യത്തിൽ വെയിലായതുകൊണ്ടല്ല ഏട്ടാ സ്പെക്സ് വെച്ചത്. തൊട്ട് മുന്നിലെ വണ്ടിയിൽ 2 പെൺപിള്ളേരുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു ബീച്ചിൽ മുൻപ് വന്നിട്ടില്ല. ഇവിടെ നമ്മൾ കാലിക്കറ്റ് ബീച്ച് പോലെയല്ല, പാസ്സൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഉള്ളിൽ കയറേണ്ടത്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കടന്നിട്ട് നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് നേരെ നമ്മൾ ബീച്ചിൻ്റെ ഉള്ളിൽ കുട്ടികൾക്കൊക്കെ ആയിട്ടൊരു സ്പോട്ടൊക്കെ ഉണ്ട്, കുറച്ചൊരു പാർക്ക് സെറ്റപ്പൊക്കെ പോലെ കുറച്ച് റൈഡും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ നേരെ അങ്ങോട്ടേക്കൊക്കെ പോയി, അത് കഴിഞ്ഞ് ബീച്ചിലേക്ക് പോയി. അങ്ങനെ ഫംഗ്ഷൻ്റെ ടൈം ആയപ്പോഴത്തേക്കും ഞങ്ങൾ റിസോർട്ടിലേക്ക് എത്തി. റിസോർട്ട് അവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ റിസോർട്ടിലെത്തി. അവിടെ എല്ലാം സെറ്റ് ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതായിരുന്നു ഉണ്ടായിരുന്നത്. നല്ല ഭംഗിയുള്ളൊരു സ്പോട്ടായിരുന്നു, പുഴയുടെ സൈഡിലായിട്ട്. ഞങ്ങൾ എത്തിയിട്ടുള്ള ക്ലൈമറ്റും അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ ആയപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു ഒരു സ്ഥലം കാണാനായിട്ട്.
തോഴി പൊന്നിൽ കുളിച്ചൊരിഞ്ഞ